വർഷത്തെ ക്രിസ്മസ് കരോൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതായത് ഡിസംബർ 21 തീയതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വർഷം ക്രിസ്മസ് ഡിസംബർ 25 എന്ന് പറയുന്നത് ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ച എല്ലാവർക്കും ജോലിയുള്ള ദിവസമാണ്. പക്ഷെ എന്നാലും ബുധനാഴ്ച വൈകിട്ട് ഞങ്ങളുടെ പള്ളിയിലെ ക്രിസ്മസ് കരോൾ പള്ളിയിൽ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ക്രിസ്മസ് കരോളിൻ്റെ വീട് വഴി ഓരോ വീടുകളും കയറി ഇറങ്ങി ക്രിസ്മസ് പാട്ടുകൾ പാടി ക്രിസ്മസ് കരോൾ ആഘോഷിക്കുന്ന ആ ആഘോഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. അതായത് കരോൾട്ടൺ മാർത്തോമ ചർച്ചിൻ്റെ അവസാനത്തെ ദിവസത്തെ സെലിബ്രേഷൻ ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന്. വലിയ രീതിയിലൊന്നും ചെയ്തില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ വീടിനകത്തും ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ മിക്ക ഡെക്കറേഷൻസും നിങ്ങൾ വിചാരിക്കില്ല ഇത് ഞങ്ങൾ ഓരോ വർഷവും വാങ്ങിക്കുന്നതാണെന്ന്. ഇത് നമ്മളിങ്ങനെ നേരത്തെ മുതലേ വാങ്ങിച്ചു വെച്ച ഓരോന്നും ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു വെറൈറ്റി ആയിട്ട് അതങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയുമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് തണുപ്പ് തുടങ്ങിയുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഒട്ടുമിക്ക ചെടികളൊക്കെ നമ്മളിവിടെ വീടിനകത്ത് തന്നെ വെച്ചിരിക്കുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിച്ചു വെച്ച ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന അതാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു വർഷത്തോളം ഈ ട്രീ ഇവിടെ സർവൈവ് ചെയ്തിവിടെ ഇരിക്കുന്നത്. അതെനിക്ക് നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം നമ്മുടെ ബെയിലി ആണെങ്കിലും ക്രിസ്മസിൻ്റെ അവൻ വളരെ മനോഹരമായിട്ട് ഒരുങ്ങി ഉണ്ടോ. എവനും കിട്ടി ക്രിസ്മസിൻ്റെ ഒരു സ്വെറ്ററൊക്കെ കിട്ടി. ബെലി സോക്കെ അവൻ പേടിച്ചു പോയെന്ന് തോന്നുന്നു. സോക്കെ അപ്പം നമ്മൾക്ക് അകത്തോട്ട് പോയി കാണാം. ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ലൈറ്റ് ഓഫ് ആക്കി കാണുമ്പോൾ ഇതാണ് ഈ വർഷത്തെ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെ കണ്ട് മടുത്തിരിക്കുമായിരിക്കും. ഇത് ഒരു LED സ്റ്റാറാണ്. ഇപ്രാവശ്യം പോയപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇതൊരു റിയൽ ട്രീ ആണ്. ഇതെല്ലാം നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പൊന്നസ്റ്റ ചെടികളൊക്കെ ഇതൊക്കെ റിയലാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്രിസ്മസിന് മുമ്പ് വാങ്ങിച്ചു വെക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പം നമ്മൾക്ക് കാണാം, ഞങ്ങൾക്കിങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒരു പുൽക്കൂട് അറേഞ്ച് ചെയ്യാനേ പറ്റിയുള്ളൂ. നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് ഫാദറും ക്രിസ്മസ് ട്രീയും ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോഴും ഒരു ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഇതും കണ്ടോ, ഇത് ഒരു LED സ്റ്റാറാണ്. ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ബെല്ലൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴും ഞങ്ങൾക്ക് ക്രിസ്മസ് കരോളിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിള്ളേർക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സൊക്കെ വെക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളിവിടെ പലതരത്തിലുള്ള സ്വീറ്റ്സുകൾ വെച്ചിട്ടുണ്ട്. കുട്ടികളെയല്ല, നമുക്ക് മുതിർന്നവരെ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്നുള്ള ഹലുവ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ചോക്ലേറ്റുകളും നമ്മുടെ ദുബായ് ചോക്ലേറ്റും ഇങ്ങനെ വെറൈറ്റി ചോക്ലേറ്റ്, പിന്നെ നമ്മുടെ കേക്ക്, കുട്ടികളെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും വരാൻ തുടങ്ങി. അപ്പം ഞാൻ നിങ്ങളെ ധൃതി വെച്ച് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ അതായത് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം. വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, മാംഗോ, ബ്ലൂബെറി, ഗ്രേപ്സ്, സ്ട്രോബെറി, പേരയ്ക്ക. ഇതെന്താണെന്നറിയാമോ? ഇത് വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. പൈനാപ്പിൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് നിങ്ങളോട് പറയാം. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ, കാരണം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പം കുട്ടികൾ കഴിക്കും, പക്ഷെ നമ്മൾക്ക് ഷുവർ പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വെറൈറ്റീസ് ഓഫ് പിസ്സ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വെജിറ്റേറിയനും നോൺ വെജും ഇവിടെ വെറൈറ്റീസ് ഓഫ് പിസ്സയുണ്ട് കുട്ടികൾക്ക് വേണ്ടി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവരെയും കരുതണമല്ലോ, ചിലരൊക്കെ നോയമ്പാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളിവിടെ ചപ്പാത്തി പിന്നെ ഇവിടെ വെജിറ്റബിൾ കറി കരുതിയിട്ടുണ്ട്.
പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു വെറൈറ്റിയാണ്. ഇതാണ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. പിന്നെ അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻ സൂപ്പും. ഓക്കെ, പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ റെഡി ആയിട്ട്, പിന്നെ ചായ റെഡി ആയിട്ട് വെച്ചിരിക്കുവാണ്. അതുപോലെ നമ്മുടെ ക്രിസ്മസ് ട്രീയും കണ്ടല്ലോ. ഇതാണ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ക്രിസ്മസ് പാർട്ടിനോടനുബന്ധിച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ വർഷത്തെ 2025 ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നോക്ക്, മൊത്തം ലൈറ്റിൽ കുളിച്ച് കിടക്കുവാണ്. അതായത് നമുക്കിവിടെ ഗുബി LED ലൈറ്റും കാണാം, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈറ്റുകളും കാണാം. അപ്പം ഇവിടെ വെറൈറ്റീസാണ്. അതായത് ഈ വർഷത്തെ ഏറ്റവും പ്രധാന വെറൈറ്റി ഞാൻ പറഞ്ഞ പോലെ ഗുബി LED ലൈറ്റ്സ് തന്നെയാണ്. പിന്നെ നോക്കാം, മരത്തേലോട്ട് നോക്കുമ്പോൾ പല തരത്തിലുള്ള സ്റ്റാർസുകൾ കണ്ടോ, പിങ്ക് കളറ്, ബ്ലൂ കളറ്, മൾട്ടി കളറ്. അപ്പം ഇത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹാൻഡ് മെയ്ഡാണ്, കൈ കൊണ്ടുണ്ടാക്കി മരത്തേൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അതായത് നാട്ടിലെ ഒരു ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി. നമ്മൾക്ക് എപ്പോഴും ഉണ്ടല്ലോ, പണ്ട് കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ നടന്ന് പോയി മുള കൊണ്ട് ഉള്ള സ്റ്റാർസ് ഉണ്ടാക്കി നമ്മളിങ്ങനെ ഉണ്ടാക്കുമായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മൾക്കിവിടെ കാണാം, ഇവിടെ ഇങ്ങനെ ലൈറ്റുകളും, അതായത് നമ്മൾക്ക് ക്രിസ്മസ് ഫാദേഴ്സിനെ കാണാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നേറ്റിവിറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കാണാം ഒരു ക്രിസ്മസ് ഫാദറും അതുപോലെ ക്യാൻഡിലുകളും. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറാണ്, നോക്ക്, ഈ ബ്ലൂ ലൈറ്റ്സ് കണ്ടോ. അതുപോലെ തന്നെ അവിടെയും ഒരെണ്ണമുണ്ട്. എന്തോ ഒരു കണക്ഷൻ കൊണ്ട് അതിൻ്റെ പകുതി ലൈറ്റ് എന്തോ തെളിയുന്നില്ല. പിന്നെ അവിടെ നോക്കൂ, വലിയൊരു അജാനബാഹുവായിട്ടുള്ള ക്രിസ്മസ് ഫാദർ നിൽക്കുന്നത് കണ്ടോ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കെല്ലാം നമുക്ക് ഉടനീളം ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇവിടെ എല്ലാം കാണാൻ പറ്റും. മുകളിൽ ഗുബി LED ലൈറ്റ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇത്, ഈ സ്റ്റാർസിനെ കണ്ടോ. ഇതും നാട്ടിൽ നിന്നുള്ളതാണ്. നോക്കിയേ, എന്ത് മൾട്ടി കളറായിട്ടുള്ള സ്റ്റാർസ് ആണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഇതൊക്കെ ഈ വർഷത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ്. ഇങ്ങനെ ഇവിടെ ഈ ലൈറ്റുകൾ ഉണ്ട്. ഇതും ഈ വർഷത്തെ ഞങ്ങളുടെ ഒരു പുതിയതായിട്ടുള്ളതാണ്. ഈ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലീവ്സിൻ്റെ അകത്ത് ലാമ്പ് വെച്ചും, പിന്നെ അവിടുത്തെ ഗുബി LED ലൈറ്റ്സും സ്റ്റാർസും, അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം പുതിയതല്ല. പഴയ ലൈറ്റുകളെ തന്നെ നമ്മൾ പ്ലേസൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പം ഈ വർഷം നമ്മൾ കൂടുതലായിട്ടും ഈ ചെടികളിലൊക്കെ ലൈറ്റുകൾ, ചെറിയ ലൈറ്റുകളൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നോക്കി. അങ്ങനെ ലൈറ്റിൻ്റെ, പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നോക്കണം, ഈ കമ്മ്യൂണിറ്റി മൊത്തം ഇവിടെ എല്ലാം വെറൈറ്റി കളറിൽ എല്ലാവരും വീടുകൾ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പം പൊതുവെ മറ്റ് പല വർഷങ്ങളെക്കാളും നമ്മൾക്ക് കാണാം ഈ കമ്മ്യൂണിറ്റി മൊത്തം വെറൈറ്റീസ് ഓഫ് ലൈറ്റിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കും.